കഥയുടെ തുടക്കത്തിൽ ആരോ ഒരാൾ മനഃപൂർവ്വം തന്നെ തീ കത്തിച്ച് ഒരു കാരവാനിലിടുന്നുണ്ട്. ആ കാരവാൻ നിന്ന് കത്താനായിട്ട് തുടങ്ങും. അതങ്ങനെ കത്തി നശിക്കുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള ജെനിഫറിനെയാണ്. നമുക്ക് ജെനി എന്ന് പറയാം. ജെനി രണ്ട് പിള്ളേർക്ക് ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരമായിരിക്കും അങ്ങോട്ട് ഈ പിള്ളേരുടെ അച്ഛൻ വരുന്നത്. അച്ഛൻ വന്നിട്ട് ജെനിയോട് ഒന്ന് പുറത്തോട്ട് വരാമോ, ഒരു കാര്യം സംസാരിക്കണമെന്ന് പറയും. അങ്ങനെ ജെനി ചെന്നിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കും. ഈ അച്ഛനാണെങ്കിൽ അവളുടെ ഒരു പാസ്പോർട്ട് എടുത്ത് കാണിച്ചു കൊടുക്കും. അയാളോട് ഇവള് പറഞ്ഞത് ഇവളുടെ പേര് ജൂലിയൻ എന്നാണെന്നാണ്, ഇവിടെ വന്ന് താമസിക്കുന്ന ആളാണെന്നാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. ഇവൾ അനധികൃതമായിട്ട് വിസ ഇല്ലാതെ ഇവിടെ വന്ന ആളാണ്. പോലീസ് അറിയണമെങ്കിൽ വലിയ പ്രശ്നവും. ഇപ്പൊ ഇയാൾ ഇത് കണ്ടുപിടിച്ചിട്ട് പോലീസിനെ വിളിച്ചിട്ടുണ്ട്. പോലീസ് ഉടനടി തന്നെ വരുമെന്ന് ജെനിഫറിനോട് പറയുമ്പോൾ ജെനിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കും. പക്ഷെ അയാൾ വിടത്തില്ല, അവളെ കയറി പിടിക്കുകയാണ്. എന്നാൽ ജെനിഫറും വിടത്തില്ല. അവൾ അവിടെ നിന്നൊരു വലിയ ബോട്ടിൽ എടുക്കുന്നുണ്ട്, ഒരു സെറാമിക് ബോട്ടിൽ. അതെടുത്ത് അങ്ങനെ തല നോക്കി ഒറ്റ അടിയാണ്. ആ അടിയിൽ അങ്ങേര് വീഴുന്നുണ്ട്. ജെനി എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോവാണ്. അവൾ പാസ്പോർട്ടൊന്നും എടുക്കുന്നില്ല, പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോവാണ്. പാസ്പോർട്ടിലെയും അതുപോലെ തന്നെ അവളുടെ ഒറിജിനൽ പേരുമായിട്ട് വ്യത്യാസമുണ്ട്. അവളുടെ ഒറിജിനൽ പേര് ജെനി എന്നാണ്, എന്നാൽ അവള് പറഞ്ഞിരിക്കുന്നതോ ജൂലി എന്നാണ്. അങ്ങനെയാണ് അങ്ങേര് കണ്ടുപിടിച്ചത്. ഇതേ നേരം തന്നെ ഒരു പയ്യനെയും അതുപോലെ തന്നെ അവന്റെ അച്ഛനെയും കാണിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ ഈ രാജ്യത്തോട് ട്രിപ്പിന് വന്നേക്കാണ്. ഈ നേരങ്ങളിലെല്ലാം ആ പയ്യനാണെങ്കിൽ അവന്റെ അമ്മേനെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എത്ര വിളിച്ചിട്ടും അമ്മ ഫോൺ എടുക്കുന്നില്ല. അതുപോലെ പയ്യനാണെങ്കിൽ ഒരു മരുന്ന് കഴിഞ്ഞ ദിവസം താമസിച്ച ഹോട്ടലിൽ വെച്ച് മറന്നിട്ടുണ്ട്. അത് അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ കൃത്യമായിട്ട് കേൾക്കുന്നില്ല. അന്നേരമായിരിക്കും അച്ഛന്റെ ഫോണിലോട്ട് കോള് വരുന്നത്. അച്ഛൻ എപ്പോഴും നല്ല തിരക്കായിരിക്കും. ട്രിപ്പിന് വരുമ്പോൾ പോലും ഫോൺ മാറ്റി വെക്കത്തില്ല. എന്തൊക്കെ ബിസിനസ്സുകൾ ഈ അച്ഛനുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. വീണ്ടും മറ്റൊരാളെ കാണിക്കുകയാണ്. ഇയാൾ ഒരു ഡോക്ടറാണ്. ഇയാളിപ്പോ ഒരു മ്യൂസിയത്തിൽ വന്നിട്ട് കുറെ പെയിന്റ് ആർട്ടൊക്കെ കാണുകയാണ്. ആ പെയിന്റിങ്ങിന്റെ കൂട്ടത്തിൽ തന്നെ കുറെ മനുഷ്യര് ഒരു മനുഷ്യനെ ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു പെയിന്റിംഗ് ഉണ്ട്. അതായത് ദേഹമൊക്കെ കീറി മുറിച്ച് ഒരു പെയിന്റിങ്. ഇത് കാണുമ്പോൾ അയാൾ എന്തോ പോലെ ആവുന്നുണ്ട്. എന്തോ വയ്യായിക പോലെ ആയിട്ട് അയാൾ അവിടെ നിന്ന് മാറിപ്പോവാണ്. ഇതിനുശേഷം വേറൊരാളെയാണ് കാണിക്കുന്നത്. അതായത് ഒരു ചൈനക്കാരനാണ്. പുള്ളിക്കാരൻ ഈ രാജ്യത്തോട്ട് വന്നേക്കുന്നത് തന്റെ മുത്തശ്ശിയുടെ ചാരം ഒരു മരത്തിന്റെ കീഴിൽ കുഴിച്ചിടാനായിട്ടാണ്. മുത്തശ്ശിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇവിടുത്തെ രാജ്യത്തിൽ തന്നെ മുത്തശ്ശിയുടെ ചാരം കുഴിച്ചിടണമെന്ന്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ ചൈനക്കാരൻ വന്നേക്കാണ്. മുത്തശ്ശിയുടെ ചാരമൊക്കെ കുഴിച്ചിട്ടതിനു ശേഷം അവിടെ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിനുശേഷം ഒരു റിപ്പോർട്ടറിനെ കാണിക്കുന്നുണ്ട്. ഒരു പെൺ റിപ്പോർട്ടറാണ്. പക്ഷെ അവർ ഇതുവരെ ന്യൂസിലൊന്നും കയറിയിട്ടില്ല. ഇപ്പൊ അവരൊരു ന്യൂസ് ചാനലിൽ വന്ന് അവിടെ കയറണമെന്ന് പറയുമ്പോൾ, അവിടെ ജോലിക്ക് കയറണമെന്ന് പറയുമ്പോൾ അവിടുത്തെ ബോസ് പറയും അങ്ങനെ കയറാനൊന്നും പറ്റത്തില്ല, പക്ഷെ കയറണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ജോലി തരാം, അത് തീർക്കണമെന്ന്. മറ്റൊന്നുമല്ല, കുറെ അധികം വിൻമിൽസ് ഉള്ള സ്ഥലമുണ്ട്. അവിടെ പോയി വിൻമില്ലിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് വരണം. അതാണ് ഈ ലേഡിക്ക് കൊടുക്കുന്ന ടാസ്ക്. അപ്പൊ അവര് ജോലിക്ക് വേണ്ടി അത് ചെയ്യാന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഒരു കൂട്ടം സോൾജേഴ്സിനെയാണ്. ഇവരെല്ലാരും കൂട്ടുകാരാണ് കേട്ടോ. അതിലൊരു സോൾജർ ഉണ്ട്. അവനെ ബലമായിട്ട് തന്നെ കൂട്ടുകാര് ഒരു പെൺകുട്ടിയുടെ കൂടെ പറഞ്ഞു വിടുകയാണ്. ആ പെൺകുട്ടിയാണെങ്കിൽ പൈസയ്ക്ക് വേണ്ടി കൂടെ പോകുന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി അവനെയും വിളിച്ചുകൊണ്ട്, അതായത് ആ സോൾജറിനെയും വിളിച്ച് കണ്ണ് കെട്ടി അങ്ങനെ കൊണ്ടുപോവാണ്. പക്ഷെ അവൻ എന്തൊക്കെയോ തോന്നലുകൾ തോന്നുന്നുണ്ട്. അവൻ ആ പെൺകുട്ടീനെ എന്തോ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. എന്തോ ചെയ്തിട്ട് അവ എത്രയും പെട്ടെന്ന് തന്നെ ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങി ഓടുകയാണ്. പുറത്ത് തന്നെ കൂട്ടുകാരൊക്കെ നിപ്പുണ്ട്. കൂട്ടുകാരെ പോലും മൈൻഡ് ചെയ്യാതെ അവൻ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അന്നേരമായിരിക്കും ഹുഡിയൊക്കെ ധരിച്ചിട്ട് നമ്മുടെ പെൺകുട്ടി അങ്ങോട്ട് വരുന്നത്. ജിനി രാവിലെ അങ്ങേരെ അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നേക്കാണ്. പോലീസുകാർ കണ്ട അവളെ തൂക്കിക്കൊണ്ട് പോകും. പക്ഷെ അവൾ ആരും അറിയാതെ അവിടെ വന്ന് നിൽക്കുകയാണ്. എന്നാൽ പിന്നിലായിട്ട് ഒരു പോലീസുകാർ വന്ന് നിപ്പുണ്ട്. ഇവളൊന്നും നോക്കത്തില്ല, പതി അവിടെ നിന്ന് മാറിപ്പോവാണ്. അന്ന് രാത്രി അവൾ വീട്ടിൽ പോകുന്നില്ല. അവൾ റെന്റിന് വീടെടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ പോകുന്നില്ല. പോയാൽ എന്തായാലും അവളെ പോലീസ് തേടി വരും. അതുകൊണ്ട് തന്നെ തെരുവിൽ കിടന്നുറങ്ങുകയാണ്. തെരുവിൽ കിടന്നുറങ്ങുമ്പോൾ അവൾ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അത് കണ്ട് ഞെട്ടി എണീക്കുമ്പോഴായിരിക്കും മുമ്പിലായിട്ട് ഒരു മനുഷ്യൻ അങ്ങനെ നിൽക്കുന്നത്. പക്ഷെ അവളെ ഉപദ്രവിക്കാനായിട്ടൊന്നും വന്നേയല്ല. അയാൾ എന്തോ ഭ്രാന്തനാണ്, എന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. അയാൾ മാറിപ്പോയതും ജെനി അവളുടെ ബാഗിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അവളുടെയും അവളുടെ അനിയന്റെയും ഫോട്ടോയാണ്. ആ ഫോട്ടോ നോക്കിയിട്ട് അവൾ അവളുടെ അനിയനോട് ക്ഷമ പറയുന്നുണ്ട്. ഇപ്പൊ അവളാണെങ്കിൽ ആ ഫോട്ടോ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് കുറെ അധികം പോലീസുകാർ വരുന്നത്. അനധികൃതമായിട്ട് ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. അങ്ങനെ ഓരോ ആൾക്കാരെ വന്ന് ചെക്ക് ചെയ്യാണ്. അവരുടെ ID കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ജെനി ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോലീസുകാർ അറിയാതെ അവിടെ നിറങ്ങി നടന്നു പോകും. അവളുടെ പിന്നാലെ തന്നെ എന്തായാലും പോലീസുകാർ വരും. പക്ഷെ അവള് മുമ്പിലോട്ട് നോക്കുമ്പോൾ ഒരു ബസ് ആണെങ്കിൽ അവിടെ കിടപ്പുണ്ട്. ആ ബസ് ഈ സ്ഥലത്തു നിന്ന് ടൂർ പോകാനായിട്ട് നിൽക്കുന്ന ബസ്സാണ്. അതിനകത്ത് കയറുവാണെങ്കിൽ രക്ഷപ്പെടാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ അവൾ ആ ബസ്സിന്റെ അടുത്ത് ചെല്ലും. ഡ്രൈവർ അവളോട് ടിക്കറ്റ് ചോദിക്കും. പക്ഷെ അവള് പറയും എന്റെ ടിക്കറ്റ് ഉണ്ട്, ഞാൻ ബാഗിൽ വെച്ചായിരുന്നു, അതിപ്പോ കാണാനില്ല എന്ന്. എന്നാലേ ഡ്രൈവർ കുഴപ്പമില്ല, നിങ്ങൾക്കുള്ള സീറ്റ് അതിനകത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ജെനീനെ അകത്തോട്ട് കയറ്റി വിടുകയാണ്. ആ ബസ്സിൽ തന്നെ നമ്മൾ ഇത്രയും നേരം കണ്ട ആൾക്കാരെല്ലാരും ഉണ്ട്. ഇവരെല്ലാരും ഒരുമിച്ച് ഒരു ബസ്സിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ഡ്രൈവർ വന്ന് ബസ് എടുക്കും. ബസ് മുമ്പോട്ട് പോകും. ഒരുപാട് ദൂരം അങ്ങനെ പോകുന്നുണ്ട്. പോയി ഒരു വിൻമില്ലുള്ള സ്ഥലത്ത് ചെല്ലുകയാണ്. ഈ വിൻമില്ല് കാണാനായിട്ടാണ് അവർ വന്നേക്കുന്നത്. അങ്ങനെ എല്ലാ ആൾക്കാരും കൂടെ ആ വിൻമില്ലുള്ള സ്ഥലത്ത് പോയിട്ട് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് അത് കറങ്ങുന്നേക്കെ നോക്കുകയാണ്. പക്ഷെ നമ്മുടെ ജെനി ആണെങ്കിൽ ആ വിൻമില്ല് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവൾക്ക് എന്തോ വയ്യാതാവുന്നത് പോലെ ആവുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവള് പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് അവളുടെ കയ്യിലുള്ള ഒരു മെഡിസിൻ ഉണ്ട്. അത് കഴിക്കാനായിട്ട് നോക്കുമ്പോൾ മെഡിസിൻ തീർന്നിട്ടുണ്ട്. അവൾക്ക് ചെറിയ രീതിയിൽ ഹാലൂസിനേഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള മരുന്നാണ്. പക്ഷെ ആ മരുന്ന് തീർന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ഹാലൂസിനേഷൻ വരുന്നുണ്ട്. ഇപ്പൊ ജൂലി അവിടെ നിൽക്കുമ്പോൾ അച്ഛനും മോനും അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛനാണെങ്കിൽ ജൂലി
ജൂലിയോട് ഒരു ഫോട്ടോ എടുത്ത് തരുമെന്ന് ചോദിക്കും. ജൂലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അതായത് അവളുടെ കള്ളപ്പേരാണ് കേട്ടോ, നമ്മുടെ ജെനി തന്നെയാണ് അത്. അപ്പൊ ജെനി ആണെങ്കിൽ അവള് ഹാലുസിനേഷനിലായി നിൽക്കുന്നത് കൊണ്ട് തന്നെ വയ്യാതെ അവിടെ നിന്ന് മാറി പോകുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് റിപ്പോർട്ടർ വരുന്നുണ്ട്. റിപ്പോർട്ടർ ഞാൻ ഫോട്ടോ എടുത്തു തരാന്ന് പറഞ്ഞ് വരുമ്പോൾ അച്ഛൻ ഫോൺ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഫോട്ടോ എടുക്കാനായിട്ട് വരുമ്പോൾ അച്ഛന്റെ ഫോണിലോട്ട് ആരെയും കോൾ ചെയ്യാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ ബിസി ആയിട്ട് അവിടെ നിന്ന് മാറി പോവാണ്. മോന് നല്ല വിഷമാവുന്നുണ്ട്. ഒരു ട്രിപ്പിന് വരുമ്പോൾ പോലും അച്ഛന് സമയമില്ല മോനെ നോക്കാനായിട്ട്. പിന്നീട് അവരെല്ലാരും കൂടെ ബസ്സിൽ വന്ന് കയറുന്നുണ്ട്. അന്നേരം നമ്മുടെ ജെനിയുടെ കയ്യിലുള്ള ആ മരുന്ന് തെറിച്ചു പോവാണ്. അത് കറക്റ്റ് ഡോക്ടറിന്റെ കയ്യിൽ തന്നെ കിട്ടുന്നുണ്ട്. ആ ഡോക്ടർ ആ മരുന്ന് നോക്കിയിട്ട് അവളുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഡോക്ടറിന് ആ മരുന്ന് കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ ജൂലിക്ക് ഹാലൂസിനേഷൻ ഒക്കെ ഉണ്ടെന്ന്. പക്ഷെ ഡോക്ടർ വലുതായിട്ടൊന്നും മിണ്ടാൻ നിൽക്കുന്നില്ല, ആ മരുന്ന് കൊടുക്കുകയാണ്. അങ്ങനെ മരുന്ന് എടുത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ജൂലിയും അതുപോലെ തന്നെ ഡോക്ടറും ചെറുതായിട്ടൊന്ന് സംസാരിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ റിപ്പോർട്ടറും അതുപോലെ തന്നെ ചൈനക്കാരനും തൊട്ടടുത്ത് സൈഡിൽ തന്നെ ഇരിപ്പുണ്ട്. ചൈനക്കാരനാണെങ്കിൽ ഈ റിപ്പോർട്ടറിനെ കണ്ടിട്ട് നിങ്ങളെ എനിക്കറിയാം, നിങ്ങളല്ലേ ആ പെൺകുട്ടിനെ കൊന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷിലല്ല പറയുന്നത്, പകരം ചൈനീസിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടെ ഇരിക്കുന്ന ആൾക്കാർക്കൊന്നും മനസ്സിലായില്ല. ഈ ലേഡി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വിഷയം മാറ്റും. ഞാൻ പണ്ടാണെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ആ സിനിമ കണ്ട പയ്യനാണ് ഇത്, അവൻ അതിനെ പറ്റിയാ പറയുന്നതെന്ന് പറഞ്ഞ് ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ പറ്റിക്കുകയാണ്. പക്ഷെ ആ പയ്യൻ അതിനെയൊന്നും പറ്റിയല്ല പറഞ്ഞത്, പകരം ആരെയോ കൊന്ന കാര്യമാണ് പറയുന്നത്. എന്നാൽ ചൈനീസിലായതുകൊണ്ട് തന്നെ ആർക്കും മനസ്സിലാവുന്നില്ല. ഈ ലേഡിക്ക് ചൈനീസ് അറിയാം കേട്ടോ, അതായത് റിപ്പോർട്ടറിന് ചൈനീസ് അറിയാം, കാരണം അവർ ചൈനയിൽ എന്തോ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ബസ് അങ്ങനെ എടുക്കുകയാണ്, അതായത് മുമ്പോട്ട് എടുക്കുകയാണ്. ഇവരടുത്ത ട്രിപ്പിലോട്ട് പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജെനി ആണെങ്കിൽ കിടന്നുറങ്ങുന്നുണ്ട്. കിടന്നുറങ്ങുന്ന നേരത്ത് അവൾ എന്തൊക്കെ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അതായത് അവളുടെ അച്ഛൻ അവളെ ഉപദ്രവിക്കാൻ വരുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത്. അത് കണ്ട് അവൾ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീക്കുകയാണ്. ഞെട്ടി എണീറ്റ് നോക്കുമ്പോൾ ബസ്സിന്റെ മുമ്പിലായിട്ട് അവളുടെ അച്ഛൻ അങ്ങനെ നിൽപ്പുണ്ട്. ഇത് കണ്ടിട്ട് അവൾ എത്രയും പെട്ടെന്ന് തന്നെ ബസ് നിർത്താനായിട്ട് ഡ്രൈവറിനോട് പറയാണ്. ഡ്രൈവർ വണ്ടി ചവിട്ടി നിർത്തുന്നുണ്ട്. അവൾ ഫ്രണ്ടിലോട്ട് വന്നിട്ട് എല്ലാവരോടും കൂടെ പറയും, ഈ ഡ്രൈവർ ആണെങ്കിൽ ഒരാളെ വണ്ടി ഇടിച്ചു, അയാൾ വണ്ടിയുടെ പിന്നിലുണ്ട്, ഞാൻ ഇപ്പോൾ വരാന്ന് പറഞ്ഞിട്ട് ബസ്സിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിപ്പോവും. എന്നാൽ ബാക്കിയുള്ള ആൾക്കാരൊന്നും കണ്ടില്ല. ആരെങ്കിലും മുമ്പിൽ ചാടുന്നോ വണ്ടി തട്ടിയോ ഒന്നും കണ്ടില്ല. ആരും ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ ജെന്നി മാത്രമാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ അവൾ പുറത്തോട്ട് ഇറങ്ങിപ്പോയി നോക്കും. പുറത്തോട്ട് വന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരാൾ ഇല്ല അവിടെ. അവൾക്ക് തോന്നിയതാണ് അതെല്ലാം, മരുന്നെടുക്കാത്തതുകൊണ്ട് ഹാലുസിനേഷൻ തോന്നിയതാവാം. അങ്ങനെ അവൾ പുറത്തു വന്ന് നിന്ന് നോക്കുമ്പോൾ ദൂരെയായിട്ട് ആ വിൻമില്ല് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതങ്ങനെ കറങ്ങുന്നുണ്ട്. അന്നേരമായിരിക്കും ബസ് ഡ്രൈവർ അവളെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ബസ്സിൽ വന്ന് തിരിച്ചു കയറുകയാണ്. അങ്ങനെ ഇപ്പൊ എല്ലാവരും ബസ്സിലുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഡ്രൈവർ ബസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകും. പക്ഷെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാവട്ടെ ബസ് സ്റ്റാർട്ട് ആവുന്നില്ല. പലതവണയായിട്ട് അയാൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എത്ര ശ്രമിച്ചിട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. രാത്രി ആവുന്ന നേരത്ത് സ്റ്റാർട്ട് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ബസ് ഡ്രൈവർ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് ബസ്സിന്റെ ബോണറ്റൊക്കെ തുറന്ന് നോക്കി പരിശോധിക്കും. ഡീസലൊക്കെ അതിനകത്ത് നിറച്ചുകൊണ്ട്, എന്നാൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഇപ്പൊ അച്ഛനാണെങ്കിൽ വന്നിട്ട് ഈ ബസ് ഡ്രൈവറിനെ ചീത്ത പറയും, നിങ്ങൾ പുറത്തുനിന്ന് ആരെങ്കിലും സഹായത്തിന് വിളിക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആരും വിളിച്ചാൽ വരത്തില്ല, രാത്രി സമയമാണ്, ഈ ഏരിയയിലോട്ടൊന്നും ആരും വരത്തില്ല. അതുകൊണ്ട് തന്നെ വിളിക്കാനായിട്ടൊന്നും സാധിക്കത്തില്ല. എന്തായാലും ബസ് ഡ്രൈവർ ബസ്സിൽ കയറിയിട്ട് ബാക്കിയുള്ള ആൾക്കാരോട് കാര്യം പറയും, നമ്മളെ രക്ഷിക്കാനായിട്ടൊന്നും ആരും വരത്തില്ല, നാളെ രാവിലെ എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാന്ന്. എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ തന്നെ സോൾജർ ഉണ്ടല്ലോ, ആ സോൾജർ വന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ല, തൊട്ടടുത്ത് എവിടെയെങ്കിലും ഒരു ഗ്രാമം കാണും, ഞാൻ അവിടെ പോയി സഹായം ചോദിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് അങ്ങേര് ഇറങ്ങും. പക്ഷെ ജെനി ആണെങ്കിൽ ഞാനും വരാന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ കാട്ടിലോട്ട് നടന്നു പോവാണ്. തൊട്ടടുത്ത് എവിടെയെങ്കിലും ഗ്രാമം ഉണ്ടെങ്കിൽ അവിടെ പോയി സഹായം ചോദിക്കാനായിട്ട്. അങ്ങനെ ജെനി സോൾജർ കൂടെ നടന്നു പോവാണ്. ഈ നടന്നു പോകുന്ന സമയത്ത് അവർ രണ്ടുപേരും നല്ല രീതിയിൽ സംസാരിച്ച് നല്ലൊരു സൗഹൃദം സ്ഥാപിക്കുന്നുണ്ട്. എന്തായാലും കുറെ ദൂരം നടന്നേല്ലേ, അതുകൊണ്ട് തന്നെ ജെനിയും സോൾജറും കൂടെ ഒരു സ്ഥലത്ത് വന്നങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴും ഇവർ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. സംസാരിച്ച് നല്ല രീതിയിൽ അടുക്കാണ്. പെട്ടെന്നായിരിക്കും സൈഡിലൂടെ എന്തോ ഒരു സാധനം സ്പീഡിൽ അങ്ങനെ പോകുന്നത്. ഇവരിത് കണ്ടിട്ട് പേടിച്ചു പോകുന്നുണ്ട്. പക്ഷെ അത് എന്ത് സാധനമാണെന്ന് അവർ നേരെ ചൊവ്വേ കണ്ടിട്ടില്ല. എന്തോ ഒരു സാധനം അതുവഴി എങ്ങനെ പോയി. എന്തായാലും ഇവിടെ നിൽക്കുന്ന അത്ര സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് സോൾജർ ആണെങ്കിൽ വാ പോവാന്ന് പറഞ്ഞിട്ട് ജെനീനെ വിളിച്ച് നടക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ നടന്നു പോകുമ്പോൾ സോൾജർ ആണെങ്കിൽ താഴെയായിട്ട് എന്തോ ഒരു തുണി കാണുന്നുണ്ട്. ആ തുണി കാണുമ്പോൾ അയാൾ ഒരു കാര്യം ആലോചിക്കുകയാണ്. അതായത് അയാളൊരു പെൺകുട്ടിയുടെ കൂടെ പോയില്ലായിരുന്നോ കണ്ണൊക്കെ കെട്ടിയിട്ട്, ആ പെൺകുട്ടീനെ ആ റൂമിൽ വെച്ച് തന്നെ ഇയാൾ കഴുത്ത് തിരിച്ച് കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോയത്. ഇപ്പൊ ഇത് ആലോചിച്ച് നിൽക്കുമ്പോഴായിരിക്കും ജെനി അയാളെ വിളിക്കുന്നത് വാ പോവാന്ന് പറഞ്ഞിട്ട്. പക്ഷേ അയാൾ പെട്ടെന്ന് തന്നെ താഴെ മറിഞ്ഞു വീഴാണ്. നോക്കുമ്പോൾ അയാളുടെ രണ്ട് കാലും ആരോ വെട്ടി മുറിച്ചിട്ടുണ്ട്. ഇത് കണ്ട് ജെന്നി പേടിച്ചു പോവാണ്. നോക്കുമ്പോൾ ഒരാളാവട്ടെ വലിയൊരു കോടാലി വെച്ചിട്ടാണ് ആ കാല് രണ്ട് വെട്ടി മുറിച്ചേക്കുന്നത്. ഇപ്പൊ അയാൾക്ക് കാലില്ല. ഇത് കണ്ട് പേടിച്ചിട്ട് ജെന്നി അവിടെ നിന്ന് ഓടാനായിട്ട് തുടങ്ങും. അതുമല്ല ഇപ്പൊ വന്ന ആ കാല് വെട്ടിമുറിച്ച മനുഷ്യനില്ലേ, അയാളാണെങ്കിൽ ഈ സോൾജറിനെ പലതവണയായിട്ട് തലയിൽ ചവിട്ടി തല ഉടച്ചു കളയുകയാണ്. അത് സാധാരണ മനുഷ്യനൊന്നും അല്ല, എന്തോ സാത്താനോ മറ്റോ ആണ്. ഇപ്പൊ ജെനി ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു ഓടി ബസ്സിന്റെ അടുത്ത് വന്നിട്ട് ബസ്സിൽ കയറുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാരോട് വിവരം പറയാണ്, ഇത് കണക്കൊരു സാത്താനുണ്ട്, ആ സാത്താൻ വന്നിട്ട് എന്റെ കൂടെ വന്ന സോൾജറിനെ കൊന്നു കളഞ്ഞു, തലയെല്ലാം ചവിട്ടി പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ കൂടെ ഉള്ള ആരും വിശ്വസിക്കുന്നില്ല. ജെനീനെ ഒരു സ്ഥലത്ത് പിടിച്ചിരുതാണ്. അന്നേരം ഡോക്ടർ ആണെങ്കിൽ വന്നിട്ട് എല്ലാരോടും കൂടെ പറയും, ഇവൾക്ക് ഭ്രാന്താണ്, ഇവള് ഹാലൂസിനേഷൻ ഉള്ള മരുന്ന് കഴിക്കുന്നുണ്ട്, അത് ഞാൻ കണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇവള് പറയുന്ന കാര്യമാകേണ്ടത്. ഇത് കേൾക്കുമ്പോൾ ജെനിക്ക് നല്ല ദേഷ്യവും.
തുടങ്ങും. നിങ്ങൾ എന്നെ പ്രാന്തിയാക്കാൻ നോക്കണ്ട എന്ന് പറയുമ്പോൾ ബസ്സിന്റെ ഗ്ലാസ്സിലാണെങ്കിൽ ഒരു പക്ഷി വന്ന് ഇടിച്ച് ചത്ത് താഴെ വീഴുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ചിട്ട് എല്ലാ ആൾക്കാരും കൂടെ ഒരു സൈഡിലോട്ട് മാറുകയാണ്. അങ്ങനെ ആവുമ്പോൾ എന്താ, ആ ബസ്സിന്റെ ഒരു സൈഡിൽ വെയിറ്റ് കയറിയിട്ട് ബസ് ഒരു സൈഡിലോട്ട് ഞെരങ്ങി പോവാണ്. ബസ് നിർത്തിയിട്ടിരുന്ന റോഡിന്റെ താഴെയായിട്ട് ചെറിയൊരു കുളം പോലെയുണ്ട്, ഒരു ചരുവാണ്. ആ ചരുവ് വഴി താഴെയുള്ള വെള്ളക്കെട്ടിൽ പോയി വീഴാണ്. പക്ഷേ ഈ വീഴുന്ന നേരത്ത് എല്ലാ ആൾക്കാരും ചാടി ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ജെനിയാണെങ്കിൽ ആ പയ്യൻ ബസ്സിൽ അങ്ങനെ നിൽക്കുമ്പോൾ പയ്യനെ കൂടെ ബസ്സിൽ നിന്ന് തള്ളി താഴെ ഇടുകയാണ്. എല്ലാ ആൾക്കാരും സുരക്ഷിതമായിട്ട് പുറത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ബസ് മാത്രം കുഴിയിൽ പോയി. ഇപ്പൊ ആ പയ്യനാണെങ്കിൽ താഴെ ചെന്ന് വീണിട്ട് അവന്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടിട്ട് അവന്റെ അച്ഛൻ ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങും. കാരണം അവനൊരു അസുഖമുണ്ട്. അവന്റെ ദേഹം മുറിഞ്ഞാൽ അത് ഉണങ്ങത്തില്ല. അത് ഹോസ്പിറ്റലിൽ പോയാൽ മാത്രമേ ശരിയാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഒരുപാടധികം രക്തം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ചിലപ്പോൾ മരണപ്പെട്ടു വരെ പോവാം. അതുകൊണ്ട് തന്നെ ജൂലിയോട് ദേഷ്യപ്പെടും. പക്ഷെ ജൂലി ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ആ പയ്യനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. എന്നാൽ ആരും അത് മനസ്സിലാക്കുന്നില്ല. ഇവളൊരു പ്രാന്തിയായിട്ട് മുദ്ര കുത്തുകയാണ്. കൂടെ തന്നെ ആ ഡോക്ടറും അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആ മരുന്ന് കണ്ടതുകൊണ്ട്. പക്ഷെ ഇവരുടെ കൂട്ടത്തിൽ ആ റിപ്പോർട്ടർ മാത്രം ജെനീനെ കുറ്റപ്പെടുത്തുന്നില്ല. അവളുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. അവൾ അറിഞ്ഞുകൊണ്ടല്ലോ മോനെ തള്ളി താഴെ ഇട്ടത്, ആ ബസ്സിൽ നിന്ന് രക്ഷിച്ചതല്ലേ. എന്തായാലും ഇവിടെ കിടന്ന് തല്ല് കൂടിയിട്ട് കാര്യമില്ല, സഹായം തേടിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ഒരു ഷെഡ് പോലത്തെ സംഭവമുണ്ട്, അത് അവർക്ക് ഇവിടെ നിന്നാൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാന്ന് പറയും. ചെറിയൊരു വീട് പോലത്തെ സ്ഥലം, അവിടെ പോയി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സഹായം ചോദിക്കാന്ന്. അങ്ങനെ എല്ലാ ആൾക്കാരും കൂടെ നടക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇവരുടെ കൂട്ടത്തിൽ ഇപ്പൊ സോൾജർ ഇല്ല. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വിചാരിച്ചിരിക്കുന്നത് സോൾജർ കാണാതെ പോയെന്നാണ്. പക്ഷെ ജെനിക്ക് മാത്രമേ സത്യം അറിയാവൂ, സോൾജർ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇവരെല്ലാരും കൂടെ നടന്നു പോകുമ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഒരു ചൈനക്കാരനില്ലേ, അവനാണ് ഏറ്റവും പിന്നാലെ വരുന്നത്. അവൻ നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ട്. അവൻ അങ്ങനെ പിന്നാലെ നടന്നു വരുമ്പോൾ ഒരു നായയെ അവൻ കാണുന്നുണ്ട്. അവൻ അങ്ങനെ ആ നായനെ നോക്കി നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ ബാക്കിയുള്ള ആൾക്കാരെല്ലാരും കൂടെ നടന്ന് ആ ഒരു വീട്ടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്നാൽ ആ വീട്ടിന്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ അത് ആൾതാമസം ഇല്ലാത്ത വീടാണ്, അവിടെ ആരുമില്ല. ഇത് കാണുന്ന ഡ്രൈവർ ആണെങ്കിൽ ഞാൻ ഈ ചുറ്റുഭാഗം ഒന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. ആരെങ്കിലും ചുറ്റുവട്ടത്തും വല്ലതും ഉണ്ടോ എന്ന് അറിയാനായിട്ട്. അങ്ങനെ അങ്ങേര് പോകുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരെല്ലാരും കൂടെ വീട്ടിൽ വന്ന് കയറുകയാണ്. അങ്ങനെ എല്ലാ ആൾക്കാരും കൂടെ അകത്ത് വന്നിട്ട് ആ പയ്യന്റെ കയ്യിലുള്ള മുറിവൊക്കെ വെച്ച് കെട്ടുന്നുണ്ട്. റിപ്പോർട്ടറാണ് കെട്ടിക്കൊടുക്കുന്നത്. ജിന്നി ആണെങ്കിൽ അവിടെ എല്ലാം അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അവിടെ തന്നെ കുറെ അധികം സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു റേഡിയോ ഉണ്ട്. എന്നാൽ അത് പ്രവർത്തിക്കുന്നൊന്നുമില്ല. ഇപ്പൊ എല്ലാ ആൾക്കാരും അവളെ കുറ്റപ്പെടുത്തുമല്ലേ. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷിക്കാനായിട്ടൊന്നും അവൾ നിൽക്കുന്നില്ല. മിണ്ടാതെ ഒരു സൈഡിൽ പോയിരിക്കുകയാണ്. ബാക്കിയുള്ള ആൾക്കാരും അങ്ങനെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്നായിരിക്കും ഒരു ശബ്ദം കേൾക്കുന്നത്. എല്ലാരും പേടിച്ച് ആ സൈഡിലോട്ട് നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, അത് ഡ്രൈവറാണ്. ഡ്രൈവർ ഈ ചുറ്റുവട്ടം മൊത്തം അന്വേഷിച്ചിട്ട് വന്നേക്കാണ്. പക്ഷെ ആരെയും കണ്ടിട്ടില്ല. എന്തായാലും എല്ലാ ആൾക്കാരും കൂടെ അവിടെ തീയൊക്കെ ഇട്ടിട്ട് കൂടിയിരിക്കുകയാണ്. ഇവരുടെ കയ്യിൽ ലൈറ്റർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് കുറച്ച് തടിയും കിട്ടിയിട്ടുണ്ട്. അത് കത്തിച്ചിട്ടാണ് എല്ലാ ആൾക്കാരും കൂടെ അവിടെ കൂടിയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ജെന്നി ഒരു കാര്യം പറയുന്നത്. അതായത് ആ ചൈനക്കാരനെ കാണാനില്ല, അവൻ എവിടെ പോയി. ഇതേ നേരം അവനെ കാണിക്കുകയാണെങ്കിൽ അവൻ ആ കാട്ടിലൂടെ അങ്ങനെ ആ നായെ അന്വേഷിച്ച് നടക്കാണ്. അന്വേഷിച്ച് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെയായിട്ട് ഒരു ചെയർ ഇരിപ്പുണ്ട്. ആ ചെയർ കാണുമ്പോൾ അവൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ആ ചെയറിന്റെ അടുത്ത് പോയി അങ്ങനെ നിൽക്കുകയാണ്. അവിടെ തന്നെ അവന്റെ നായയുണ്ട്. ആ നായ അവന്റെ നായയാണ് കേട്ടോ. പക്ഷെ എങ്ങനെ ആ നായ അവിടെ വന്നെന്ന് അവൻ അറിയത്തില്ല. പിന്നെ അതുപോലെ ആ ഒരു ചെയർ ഉണ്ടല്ലോ, അത് അവന്റെ മുത്തശ്ശി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ അവനാണെങ്കിൽ മുത്തശ്ശീനെ ആലോചിച്ച് ആകെ വിഷമിച്ച് ആ ചെയറിന്റെ അടുത്ത് വന്നിരുന്ന് കരയാണ്. പെട്ടെന്നായിരിക്കും അവന്റെ പിന്നിലൂടെ എന്തോ ഒരു വലിയ രൂപം വന്ന് നിൽക്കുന്നത്. കയ്യിൽ തന്നെ വലിയൊരു കോടാലിയൊക്കെ ഉണ്ട്. ഇവനാണെങ്കിൽ കയ്യിലുള്ള ആ ഒരു ഫോണും പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ടോർച്ച് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ആ ഫോൺ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമ്മളെ കാണിക്കുന്നില്ല. കട്ട് ചെയ്താൽ ബാക്കിയുള്ള ആൾക്കാരെയാണ് കാണിക്കുന്നത്. അവരാണെങ്കിൽ ആ വീടെല്ലാം അങ്ങനെ അന്വേഷിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു കഥ എഴുതിയ പേപ്പർ കിട്ടുന്നുണ്ട്. അതാണെങ്കിൽ അച്ഛൻ വായിച്ചു നോക്കുന്നുണ്ട്. അങ്ങേർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ഡോക്ടറിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഡോക്ടർ വായിച്ചു നോക്കിയിട്ട് അത് മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ വീടെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആയിരുന്നു. അങ്ങേരൊരു മന്ത്രവാദിയായിരുന്നു. അങ്ങേർക്ക് ഒരുപാട് പണം വേണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഒരു സാത്താനുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കി. അങ്ങനെ ആ ഉടമ്പടിയുടെ പ്രതിഫലമായിട്ട് അങ്ങേർക്ക് കുറെ അധികം പണം കിട്ടി. അതുപോലെ തന്നെ സമ്പത്ത് കിട്ടി. പക്ഷേ ഇവിടെയുള്ള ഒരു നാട്ടുകാര് ഇത് കണ്ടുപിടിച്ചു. എന്നിട്ട് ബാക്കിയുള്ള നാട്ടുകാരോട് വിവരം പറഞ്ഞിട്ട് ആ നാട്ടുകാരെല്ലാരും കൂടെ വന്നിട്ട് സാത്താനുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയ മനുഷ്യനെ തീയിലിട്ട് കൊന്നുകളഞ്ഞു. അതാണ് ആ ഒരു സ്റ്റോറി ആയിട്ട് പേപ്പറിൽ എഴുതി വെച്ചേക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊന്നും വിശ്വസിക്കുന്നില്ല. നമ്മുടെ ജൂലി മാത്രം, അതായത് ജെനി മാത്രം എന്തൊക്കെയോ വിശ്വസിക്കുന്നുണ്ട്. അവൾക്ക് ഇതിലൊക്കെ ചെറിയ വിശ്വാസമുണ്ട്. കാരണം അവൾ അങ്ങനെ ഒരു രൂപത്തിനെ കണ്ടായിരുന്നു, ഒരു സാത്താനെ കണ്ടായിരുന്നു. ബാക്കിയുള്ള ആൾക്കാരോട് അത് പറഞ്ഞിട്ട് അവര് വിശ്വസിക്കുന്നില്ലല്ലോ. പിന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവൾക്ക് മനസ്സിലായി. എന്തായാലും വീണ്ടും ഇവരെല്ലാരും കൂടെ ആ കഥയൊക്കെ കേട്ട് അങ്ങനെ കൂടിയിരിക്കുകയാണ്. അപ്പോഴും അച്ഛനാണെങ്കിൽ നമ്മുടെ ജെനീനെ വെറുതെ കുറ്റപ്പെടുത്തുകയാണ്. പക്ഷെ ആ പയ്യനാണെങ്കിൽ അതൊന്നും സാരമില്ല, ആ ചേച്ചി അറിയാതെ ചെയ്തതല്ലേ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ സമാധാനിപ്പിച്ച് ഇരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് ജെനിയോട് ചെന്ന് മിണ്ടുന്നുണ്ട്. എന്നാൽ അച്ഛനാണെങ്കിൽ അവനെ അവിടെ നിന്ന് പിടിച്ച് മാറ്റുകയാണ്. എന്നിട്ട് വീണ്ടും ജെനീനെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങും. ജെനിയാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ട് എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങി വന്നങ്ങനെ നിൽക്കുകയാണ്. പിറകെ തന്നെ ഡോക്ടറും വരുന്നുണ്ട്. ഡോക്ടർ വന്ന് അവളെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവൾ ഡോക്ടറിനോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം എല്ലാവരോടും അവൾക്ക് പ്രാന്താണെന്ന് പറഞ്ഞത് ഈ ഡോക്ടറാണ്. ഇപ്പൊ ഇയാളാണെങ്കിൽ ജെനീനെ സമാധാനിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൂരെയായിട്ട് എന്തോ ഇയാൾ കാണും.
കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പിന്നാലെ പോവാണ്. പക്ഷെ ജെനി ഒന്നും കാണുന്നില്ല. ഇയാൾ നടന്ന് കാടിന്റെ നടുക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ആയിട്ട് ഇയാൾക്കൊരു ബെഡ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ഹോസ്പിറ്റലിലുള്ള സർജിക്കൽ ബെഡിലെ അത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവിടെ തന്നെ ഒരു ബോഡിയും കിടപ്പുണ്ട്. ഇയാൾ പതിയെ നടന്ന് ആ ബോഡിയുടെ അടുത്ത് ചെന്നിട്ട് അതിന്റെ മുകളിൽ വിരിച്ചിട്ടിരുന്ന തുണി മാറ്റുകയാണ്. ആ തുണി മാറ്റിയതും ഒരു പെൺകുട്ടിയാണ് കേട്ടോ. ആ പെൺകുട്ടി അങ്ങനെ പൊങ്ങി വന്നിട്ട് ഇയാളെ നോക്കാണ്. അപ്പൊ ഇയാൾ സംസാരിച്ചു തുടങ്ങും. ഇയാൾക്കാണെങ്കിൽ ഒരു അബദ്ധം പറ്റി. അതായത് പണ്ട് ഇയാൾ ഡോക്ടറായിരുന്നപ്പോ ഇയാൾ കുടിച്ചിട്ട് ആ പെൺകുട്ടീനെ ചികിത്സിച്ചു, സർജറി ചെയ്തു. എന്നാൽ പാളിപ്പോയി ആ പെൺകുട്ടി മരണപ്പെട്ടു. ആ കുറ്റബോധം ഇയാളുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതൊരു ട്രോമയായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ പിന്നീട് ഇയാൾക്ക് സർജറി ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. അതുപോലെ തന്നെ അയാളെ ഡോക്ടർ സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിടുകയും കൂടെ ചെയ്തു. കുടിച്ചിട്ടൊക്കെ സർജറി നടത്തിയ പിന്നെ ഡോക്ടർ കമ്മ്യൂണിറ്റി ഇയാളെ വെറുതെ വിടോ, പറഞ്ഞു വിടത്തില്ലേ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ജോലിയില്ലാതെ നിൽക്കുകയാണ്. ഇപ്പൊ ഇയാള് ജോലി പോയ ദേഷ്യം ആ പെൺകുട്ടിയോട് തീർക്കുന്നുണ്ട്. നീ കാരണമാണ് എന്റെ ജോലി പോയത്, എനിക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുടിച്ചെന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടിയോട് ദേഷ്യപ്പെടുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ജെനി ആണെങ്കിൽ അയാളുടെ പിന്നാലെ വന്നിട്ടുണ്ട്. പക്ഷെ ജെനി വന്ന് നോക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു ബോഡി ഇല്ല, ഒരു കട്ടിലും ഇല്ല. ഇങ്ങനെ സ്വന്തമായിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയുന്നതാണ്. പെട്ടെന്നായിരിക്കും ജെനി നോക്കി നിൽക്കിയ തന്നെ ആ ഒരു രൂപം അങ്ങോട്ട് വന്നിട്ട് ഇയാളെ വെട്ടി മുറിക്കുന്നത്. അയാളുടെ വയറ്റിലുള്ള കൊടൽമാലയൊക്കെ താഴെ വന്ന് വീഴുന്നുണ്ട്. ഇത് കണ്ട് ജെനി ആകെ പേടിച്ചു പോവാണ്. അവള് നിലവിളിക്കാനായിട്ട് പോകുമ്പോൾ അങ്ങോട്ട് ആ ചൈനക്കാരൻ വരുന്നുണ്ട്. ചൈനക്കാരൻ മരിച്ചിട്ടില്ല, അവൻ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവൻ വന്നിട്ട് ജെന്നിയുടെ വാ പൊത്തിപ്പിടിക്കുകയാണ്. എന്നിട്ട് മിണ്ടാതിരിക്കാനായിട്ട് പറയും. ഇതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ അവിടെ നോടിപ്പോവാണ്. മറ്റേ ഡോക്ടർ അവിടെ മരണപ്പെട്ട് വീണിട്ടുണ്ട്. കുടൽമാലയൊക്കെ താഴെ വന്ന് വീണതല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ആ രൂപത്തിനെ കണ്ടായിരുന്നോ? അത് സാധാരണ ഒരു മനുഷ്യനല്ല, എന്തോ തരം സാത്താനാണ്. ഇപ്പൊ ജെനി ആണെങ്കിൽ ആകെ ടെൻഷനായിട്ട് എല്ലാ ആൾക്കാരുടെ അടുത്ത് ഓടി വരുവാണ്. അവരോട് കാര്യം പറയും. ഡോക്ടറിനെ ആ ഒരു രൂപം കൊന്നു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ആ ഒരു അച്ഛനും അതുപോലെ തന്നെ ബസ് ഡ്രൈവറും എന്താ വിചാരിക്കുക, ഇവൾക്ക് ഭ്രാന്താണ്, അതുകൊണ്ട് തന്നെ ഇവളെ കെട്ടിയിടുന്നതായിരിക്കും സുരക്ഷിതം, ബാക്കിയുള്ള ആൾക്കാരെ ആക്രമിക്കാനായിട്ട് സാധ്യത ഉണ്ടെന്നാണ്. ഇപ്പൊ ആരോടും ഇവള് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതായത് ആയുധമൊക്കെ എടുക്കുന്നുണ്ട്. ഈ ആയുധം എടുത്തത് മറ്റൊന്നിനുമല്ല, ആ രൂപം വരുമ്പോൾ അതിനെ ആക്രമിക്കാനായിട്ടാണ്. എന്നാൽ ബാക്കിയുള്ള ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് അവളെ വന്ന് പിടിക്കുകയാണ്. അവളെ പിടിച്ചൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് കെട്ടിയിടുന്നുണ്ട്. അവളെ കെട്ടിയിട്ടതിന് ശേഷമാണ് മറ്റേ ചൈനക്കാരൻ വാ തുറക്കുന്നത്. അങ്ങനെ നമ്മുടെ ലേഡിയോട് സംസാരിച്ചു തുടങ്ങും. അതായത് റിപ്പോർട്ടർ ലേഡിയോട്. ഇതണക്കൊരു രൂപമുണ്ട്, അവള് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന്. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടർ ലേഡി ബാക്കിയുള്ള ആൾക്കാരോട് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. പക്ഷേ ഇവരാരും വിശ്വസിക്കത്തില്ല. ഇവിടെ തന്നെ ഒരുപാട് മാനസിക രോഗികളുണ്ടെന്നാണ് അച്ഛനും അതുപോലെ തന്നെ ഡ്രൈവറും പറയുന്നത്. ഇതേ നേരം തന്നെ ആ രൂപത്തിനെ കാണിക്കുകയാണെങ്കിൽ, ആ സാത്താനെ കാണിക്കുകയാണെങ്കിൽ അത് നടന്ന് ആ വിൻമില്ലിന്റെ അടുത്ത് ചെന്നിട്ടുണ്ട്. ഇവരെ നേരത്തെ കയറിപ്പോയില്ല ഒരു വിൻമില്ല്, അവിടെ ചെന്നിട്ടുണ്ട്. അവിടെ വന്നിട്ട് ഇയാൾ കൊന്ന ബോഡികളെല്ലാം കൂടെ കെട്ടിത്തൂക്കുകയാണ്. സോൾജറിന്റെ ബോഡി അതുപോലെ തന്നെ ഡോക്ടറിന്റെ ബോഡി, അത് രണ്ടും കൂടെ ചങ്ങലയിൽ കെട്ടിത്തൂക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ ജെനീനെ കാണിക്കുകയാണെങ്കിൽ അവൾ ഒരു സൈഡിൽ ഇരിപ്പുണ്ട്. അവളുടെ കൈയൊക്കെ കെട്ടിവെച്ചേക്കാണ്. പക്ഷെ അവളുടെ സൈഡിലുള്ള റേഡിയോ ഓൺ ആയിട്ട് അതിൽ നിന്ന് ശബ്ദം കേൾക്കുകയാണ്. അവൾ എങ്ങനെയൊക്കെ അവളുടെ കയ്യിലുള്ള കെട്ട് പൊട്ടിച്ചിട്ട് ആ റേഡിയോ വന്ന് ഓഫാക്കാണ്. ചുറ്റും നോക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും ഉറക്കമാണ്. എന്തായാലും അവൾ ഒരു സൈഡിലോട്ട് നോക്കുമ്പോൾ നേരം വെളുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ പതിയെ പുറത്തോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. പുറത്തോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ഒരു കാരവാൻ കത്തി നശിക്കുന്ന കണ്ടില്ലായിരുന്നോ? ആ കാരവാൻ അവിടെ പുതിയതുപോലെ നിൽപ്പുണ്ട്. ഇവളാണെങ്കിലും നടന്ന ആ കാരവാന്റെ അകത്ത് കയറുന്നുണ്ട്. അതിന്റെ അകത്ത് തന്നെ ഒരു മനുഷ്യനും ഒരു കുഞ്ഞു പയ്യനും കിടന്നുറങ്ങുന്നുണ്ട്. അവൾ ആദ്യം തന്നെ ആ പയ്യനെ എടുത്ത് പുറത്തൊരു സോഫ ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടുവന്ന് കിടത്തുകയാണ്. പിന്നീട് അവൾ അകത്തോട്ട് കയറി വരുന്നുണ്ട്. അവിടെ നിന്ന് തന്നെ കുറച്ച് പെട്രോളിയം എടുക്കുകയാണ്. ആ പെട്രോളിയം ആ കാരവാനിൽ മൊത്തം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കാരവാൻ തീയിടുകയാണ്. പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് ഡോർ അങ്ങ് അടയ്ക്കുന്നുണ്ട്. അകത്തുള്ള മനുഷ്യന് പുറത്തോട്ട് ഇറങ്ങി വരാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ ജെനിയുടെ അച്ഛനാണ് അകത്ത് കിടക്കുന്നത്. അച്ഛനാണെങ്കിൽ ജെനീനെയും അനിയനെയും ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഇനി ഉപദ്രവം ഏറ്റുവാങ്ങാൻ വയ്യാത്തോണ്ട് ജെനി അച്ഛനെ കൊല്ലാനായിട്ട് തീരുമാനിച്ചിട്ട് അനിയനെ പുറത്തോട്ട് എടുത്തോണ്ട് വന്ന് കിടത്തി. ഇതാണ് സംഭവം. ഇപ്പൊ അവളാണെങ്കിൽ അനിയനെ വന്ന് നോക്കുമ്പോൾ അനിയനെ കാണാനായിട്ടില്ല. അവൻ എവിടെ പോയി? അപ്പോഴായിരിക്കും കാരവാനിൽ നിന്ന് അവന്റെ നിലവിളി കേൾക്കുന്നത്. അവൾ കാരവാന്റെ അടുത്തോട്ട് ഓടിച്ചെല്ലുമ്പോൾ അത് നല്ല രീതിയിൽ കത്തുന്നുണ്ട്. അവൾക്ക് എന്തായാലും അനിയനെ രക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആകെ വിഷമിച്ച് അവിടെ നിന്ന് കരയാണ്. നല്ല രീതിയിൽ പൊട്ടി കരയുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്. പെട്ടെന്നായിരിക്കും ജെനീനെ റിപ്പോർട്ടർ ലേഡി വന്ന് വിളിക്കുന്നത്. അവൾ ഇത്രയും നേരം കണ്ടതെല്ലാം സ്വപ്നമായിരുന്നു. പക്ഷേ സ്വപ്നം മാത്രമല്ല, ഇതെല്ലാം നേരത്തെ നടന്ന കാര്യമാണ്. അവളുടെ അച്ഛനെ കത്തിച്ചു കൊന്നിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ അറിയാതെ അനിയനെയും കത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓർമ്മയാണ് ഇപ്പൊ സ്വപ്നമായിട്ട് വന്നത്. ഇപ്പൊ റിപ്പോർട്ടർ ലേഡി വന്ന് അവളെ സമാധാനപ്പെടുത്തും. ഒന്നുമില്ല, നീ കണ്ടതെല്ലാം സ്വപ്നമാണെന്ന് പറഞ്ഞിട്ട്. എന്തായാലും അവൾ സമാധാനപ്പെടുന്നുണ്ട്. സമാധാനപ്പെട്ട് പുറത്തോട്ട് നോക്കുമ്പോൾ ദൂരെയായിട്ടൊരു വിൻമില്ലില്ലേ, അവര് നേരത്തെ കണ്ട ആ വിൻമില്ല് അതങ്ങനെ കറങ്ങുന്നുണ്ട്. ജെനി എത്രയും പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ആൾക്കാരെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വിൻമില്ല് കറങ്ങുന്നുണ്ടെന്ന്. അതിനർത്ഥം അവിടെ ആരോ വന്നിട്ടുണ്ട്. വിൻമില്ല് കറങ്ങണമെങ്കിൽ ആ വിൻമില്ലിന്റെ അകത്ത് ആരെങ്കിലും കയറി കറക്കിയാലല്ലേ അത് കറങ്ങത്തുള്ളൂ. അല്ലാതെ ഇപ്പൊ കാറ്റൊന്നും അടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആരോ വന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവരോട് ചെന്ന് സഹായം ചോദിച്ചാൽ പോരെ. അപ്പൊ സഹായം ചോദിക്കാനായിട്ട് പോകുന്നത് മറ്റാരുമല്ല, ഡ്രൈവറും അതുപോലെ തന്നെ അച്ഛനുമാണ്. ആറച്ഛൻ, ആ പയ്യന്റെ അച്ഛനില്ലേ, അങ്ങേരാണ്. ഫോണിന് മുമ്പ് നമ്മുടെ പയ്യനോട് വന്ന് യാത്ര പറയുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ള ചൈനക്കാരനോടും ലേഡിയോടും എത്ര പാവം തോന്നിയാലും ജെനീനെ അഴിച്ചുവിടാനായിട്ട് പാടില്ല. അവള് ക്രൂരയാണ്, ബാക്കിയുള്ള ആൾക്കാരെ ആക്രമിക്കുമെന്ന്
പറഞ്ഞിട്ടാണ് ഡ്രൈവറും അങ്ങേരോട് അവിടെ നിന്ന് പോകുന്നത്. അവര് പോയത് റിപ്പോർട്ടർ ലേഡി ആണെങ്കിൽ വന്നിട്ട് ആ പയ്യന്റെ കയ്യിലുള്ള മുറിവൊക്കെ വീണ്ടും കെട്ടി മുറുക്കി കൊടുക്കുകയാണ്. അന്നേരം ആ പയ്യൻ ചോദിക്കും, നമ്മളൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണാവോ ഇവിടെ വന്ന് കുടുങ്ങിയെന്ന്. അപ്പൊ റിപ്പോർട്ടർ ലേഡി ഒരു കാര്യം പറയാണ്, അവരൊരു പാപം ചെയ്തിട്ടുണ്ട്. ഇവരൊരു മോഡലായിരുന്നു, പക്ഷെ ഇവർക്കെതിരെ നിൽക്കാനായിട്ട് വേറൊരു പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവരാണെങ്കിൽ ആ പെൺകുട്ടിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തു. അങ്ങനെ കുറെ ആൾക്കാരെ പറഞ്ഞു വിട്ട് ആ പെൺകുട്ടിയുടെ മുഖം എല്ലാം വെട്ടിക്കീറി കൊന്ന് കടലിൽ താഴ്ത്തി കളഞ്ഞു. പക്ഷെ ആ പെൺകുട്ടിയുടെ ബോഡി കടലിന്റെ മുകളിലോട്ട് പൊങ്ങി വന്നെങ്കിലും ആർക്കും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല അത് ഈ റിപ്പോർട്ടർ ലേഡിയാണ് കൊന്നതെന്ന്. ഇപ്പൊ ഈ ഒരു കാര്യം പയ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ചെറിയൊരു കഥ പോലെ. പക്ഷെ നടന്ന കാര്യമാണോന്ന് അറിയത്തില്ല. ഇവരൊരു മോഡലായിരുന്നു സത്യത്തില്. എന്തായാലും ആ ഒരു പാപമാണ് അവര് ചെയ്തതെന്ന് പറയുന്നുണ്ട്, ചെറിയൊരു തമാശ പോലെ. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ജെനി അവിടെ ഇരിപ്പുണ്ട്. എന്തായാലും ഈ ലേഡി നോക്കുമ്പോഴാവട്ടെ ആ തീയെല്ലാം അണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം തടിയൊന്നുമില്ല, തടി തീർന്നുപോയി. അതുകൊണ്ട് തന്നെ തടി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ വീടിന്റെ ഒരു ഭാഗത്ത് പോയി അവർ അന്വേഷിക്കും. ഇതേ നേരം തന്നെ ആ ചൈനക്കാരനാണെങ്കിൽ ഒരു സ്ഥലത്തിരുന്ന് മന്ത്രവാദം ചെയ്യുന്നുണ്ട്. അവന് മനസ്സിലായി എന്തോ സാത്താനോ മറ്റോ ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിനെതിരെ മന്ത്രവാദം ചെയ്യണമെന്ന്. വീണ്ടും ആ ലേഡീനെ കാണിക്കുകയാണെങ്കിൽ അവര് തടി അന്വേഷിച്ചൊരു റൂമിൽ വന്നിട്ടില്ലേ, അവിടെ നിൽക്കുമ്പോൾ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ശബ്ദത്തിനെ ഫോളോ ചെയ്ത് അവർ പോവാണ്. നടന്ന് ആ റൂമിന്റെ ഒരു സൈഡിലായിട്ട് ഒരു ഡോറുണ്ട്, അത് തുറന്ന് പുറത്തോട്ടിറങ്ങാണ്. പുറത്തോട്ടിറങ്ങുമ്പോൾ എന്തൊക്കെയോ അവർ കാണുന്നുണ്ട്. അതായത് കുറെ കാര്യങ്ങൾ, എന്തൊക്കെയോ ആകാശത്ത് കെട്ടിത്തൂക്കിയിട്ടേക്കുന്ന ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കുന്ന കുറെ സാധനങ്ങൾ. അതുപോലെ തന്നെ തൊട്ട് മുമ്പിലായിട്ട് ചെറിയൊരു വെള്ളക്കെട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ നല്ല ചോരയുടെ കളറാണ്. അവർ ചെന്ന് അതിനെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവർ പണ്ട് മോഡലായിരുന്നപ്പോൾ അവരുടെ മുഖം എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ അവർക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പെട്ടെന്നായിരിക്കും ആ ഒരു പ്രതിബിംബം ഇല്ലേ, അത് താടുന്നൊരു ബ്ലൈഡ് എടുത്തിട്ട് അതിന്റെ മുഖം വരയാനായിട്ട് തുടങ്ങുന്നത്. ഇത് കണ്ട് അവർ പേടിച്ചു പോവാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു കൈ വന്ന് അവരെ പിടിക്കുകയാണ്. എന്നിട്ട് അവരുടെ കഴുത്ത് ഞെരിച്ച് ആ വെള്ളത്തിലോട്ട് വലിച്ചെടുത്തോണ്ട് പോകുന്നുണ്ട്. ആ വെള്ളത്തിൽ വെച്ച് മുക്കി അവരെ കൊന്നു കളയാണ്. അവര് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചെങ്കിലും നടന്നില്ല. അവരെ കൊന്നതിന് ശേഷം അവരുടെ ബോഡി ആ ഒരു വെള്ളക്കെട്ടിലോട്ട് ആ ഒരു രൂപം വലിച്ചെടുത്തോണ്ട് പോകുന്നുണ്ട്. അതിനർത്ഥം അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു. അവരൊരു മോഡലിനെ കൊന്നിട്ടുണ്ട്, അതും കൊട്ടേഷൻ കൊടുത്തിട്ട്. അപ്പൊ ആ പാപത്തിന് പ്രതിഫലമായിട്ടാണ് ഇപ്പൊ അവർ ആ രൂപം കൊന്നേക്കുന്നത്. ഇവിടെ ആ ഒരു റൂമിലുള്ള അല്ലെങ്കിൽ ഇവിടെ മരണപ്പെട്ട എല്ലാ ആൾക്കാരും ഓരോ പാപം വെച്ച് ചെയ്തിട്ടുണ്ട്. ആ സോൾജർ ആണെങ്കിൽ ആ പെൺകുട്ടീനെ കൊന്നു കളഞ്ഞു. അതുപോലെ നമ്മുടെ ജെനി ആണെങ്കിൽ അവളുടെ അച്ഛനെ കൊന്നു കളഞ്ഞു. ഇനി ഈ മോഡലാണെങ്കിൽ എതിരാളിനെ കൊന്നു കളഞ്ഞു. ഇനി അടുത്ത ആൾക്കാരൊക്കെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഇപ്പൊ ജെനിയും അതുപോലെ തന്നെ പയ്യനും പിന്നെ ആ ചൈനക്കാരനോട് അവിടെ ഇരിക്കുമ്പോൾ ചൈനക്കാരൻ എന്തൊക്കെയോ മന്ത്രവാദങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ മന്ത്രവാദം ചെയ്യുമ്പോൾ കുറെ അധികം പുക അവിടെ പരക്കുന്നുണ്ട്. ആ പുകയുടെ കൂട്ടത്തിൽ തന്നെ പലതരം രൂപങ്ങളെ ജെനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനർത്ഥം ഈ ചൈനക്കാരൻ ചുമ്മാ അവിടെ ഇരുന്ന് മന്ത്രവാദം ചെയ്യുന്നില്ല, അങ്ങേർക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ട്. ഇതേ നേരം തന്നെ അച്ഛനും അതുപോലെ തന്നെ ബസ് ഡ്രൈവറും കൂടെ നടന്ന് ആ വിൻമില്ലിന്റെ അടുത്ത് ചെന്നിട്ടുണ്ട്. അതിന്റെ അകത്ത് കയറുകയാണ്. അകത്ത് കയറി നോക്കുമ്പോൾ പലതരം ആയുധങ്ങൾ അതിനുള്ളിലുണ്ട്. വീണ്ടും മുമ്പോട്ട് പോയി നോക്കുമ്പോൾ അവരൊരു കാര്യം കണ്ട് ഞെട്ടുകയാണ്. അതായത് സോൾജറിന്റെ ബോഡിയും ഡോക്ടറിന്റെ ബോഡിയും അവിടെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് കണ്ട് ഇവർ രണ്ടുപേരും കൂടെ പേടിച്ചു പോവാണ്. ഇവർക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ ജെനി പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമായിരുന്നു. സത്യം മനസ്സിലാക്കാതെയാണ് ഇവർ ജെനീനെ അവിടെ കെട്ടിയിട്ടത്. എത്രയും പെട്ടെന്ന് തന്നെ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഇതേ നേരം തന്നെ പയ്യനെ കാണിക്കുകയാണെങ്കിൽ കുറെ നേരമായിട്ട് ആ ലേഡി പോയിട്ട് വന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ലേഡീനെ തപ്പിയിട്ട് ആ പയ്യൻ ആ റൂമിൽ ചെല്ലും. പക്ഷെ ആ ലേഡീനെ കാണാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചു വന്നിട്ട് ചൈനക്കാരന്റെയും അതുപോലെ തന്നെ നമ്മുടെ ജെന്നിയുടെ കൂടെ ഇരിക്കുകയാണ്. അപ്പോഴായിരിക്കും അങ്ങോട്ട് അച്ഛനും ഡ്രൈവറും കൂടെ ഓടി വരുന്നത്. അച്ഛൻ ഓടി വന്നിട്ട് പയ്യനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് അച്ഛനാണെങ്കിൽ നമ്മുടെ ജെന്നിയുടെ അടുത്ത് ചെന്നിട്ട് അവളോട് ക്ഷമ പറയുന്നുണ്ട്. ഇവരാരും ജെനീനെ വിശ്വസിച്ചില്ലല്ലോ, അവളൊരു ഭ്രാന്തിയായിട്ട് മുദ്ര കുത്തുകയല്ലേ ചെയ്തത്. എന്തായാലും അവള് ഭ്രാന്തിയല്ല, അവള് പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും സത്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങേരാണെങ്കിൽ അവളോട് ക്ഷമ പറഞ്ഞ് അവളെ കെട്ടിയിരുന്ന കെട്ടഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ ബാക്കിയുള്ളത് ഡ്രൈവർ, അതുപോലെ തന്നെ ജെനി, പയ്യൻ, ചൈനക്കാരൻ, പിന്നെ അച്ഛനും കൂടാണ്. ഇപ്പൊ ആ പയ്യനാണെങ്കിൽ ഒരു കാര്യം ചോദിക്കും, ഇവിടെ വന്ന ഓരോ ആൾക്കാരും എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടാവണം, പാപം ചെയ്യാതെ ആരും ഇങ്ങനെയൊന്നും അനുഭവിക്കത്തില്ല. ആ ലേഡി എന്നോട് പറഞ്ഞത് അവര് പാപം ചെയ്തിട്ടുണ്ടെന്നാണ്. അങ്ങനെ ഓരോ ആൾക്കാരും പാപം ചെയ്തിട്ടുണ്ടാവണം. അച്ഛൻ നിങ്ങൾ എന്ത് പാപമാണ് ചെയ്തത്, നമ്മൾ ഇവിടെ വരാനായിട്ട് എന്ത് പാപമാണ് ചെയ്തതെന്ന് ചോദിച്ചിട്ട് അച്ഛനോട് ദേഷ്യപ്പെടും. കാരണം ഈ പയ്യൻ ഒരു ഡൗട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ട്രിപ്പിന് വന്നതിന് ശേഷം ഈ പയ്യൻ പലതവണയായിട്ട് അവന്റെ അമ്മേനെ വിളിക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ എത്ര വിളിച്ചിട്ടും കോള് പോയില്ല, അമ്മ എടുത്തില്ല. അതിനർത്ഥം അമ്മ എവിടെ മിസ്സായിട്ടുണ്ട്. ഒന്നെങ്കിൽ അച്ഛൻ അമ്മേനെ കൊന്നു കാണണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് കാണണം. അത് ചോദിച്ചിട്ട് പയ്യനാണെങ്കിൽ അച്ഛനോട് ദേഷ്യപ്പെടും. അപ്പൊ അച്ഛനാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിച്ച് വിഷമിച്ചൊരു കാര്യം പറയും. അച്ഛനും അമ്മയും കൂടെ ഡിവോഴ്സ് ആയിരുന്നു. എന്നിട്ട് അമ്മയാണെങ്കിൽ കോടതിയിൽ പോയി ഈ പയ്യന്റെ അനുവാദം മൊത്തത്തിൽ ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ കോടതി അച്ഛനെ മോനെ കാണിച്ചില്ല. അപ്പൊ ഇയാൾ എന്താ ചെയ്തത്, മോനെ നഷ്ടപ്പെട്ടു പോവാതിരിക്കാനായിട്ട് അമ്മേനെ കൊന്നു കളഞ്ഞു. ഇതിപ്പോ ഈ പയ്യന് മനസ്സിലായി. പയ്യനാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. പിന്നാലെ തന്നെ ഇയാൾ ഇറങ്ങിച്ചെല്ലും. അതിന്റെ പിന്നാലെ നമ്മുടെ ജെനി കൂടെ ഇറങ്ങിച്ചെല്ലും. ഇപ്പൊ ഇയാളാണെങ്കിൽ പുറത്തോട്ട് വന്ന് നോക്കുമ്പോൾ പയ്യനെ കാണാനായിട്ടില്ല. പയ്യന്റെ നിലവിളി മാത്രമേ കേൾക്കാനായിട്ട് പറ്റുന്നുള്ളൂ. സഹായിക്കു വെച്ചാ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഇങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ ആ ശബ്ദം കേട്ട സ്ഥലത്തോട്ട് ഓടി പോകുമ്പോൾ ജെനി ആണെങ്കിൽ പിന്നാലെ വന്നിട്ടുണ്ടല്ലോ. അവള് വന്ന് നോക്കുമ്പോൾ ആ പയ്യനാണെങ്കിൽ ഒരു മരച്ചുവട്ടിൽ അങ്ങനെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ജെനി അങ്ങേരുടെ പിന്നാലെ പോവാതെ പകരം ആ പയ്യന്റെ അടുത്ത് പോയിരിക്കുകയാണ്. ഇപ്പൊ അങ്ങേര് പേടിച്ച് ഓടി
ആ വിൻമില്ലിന്റെ അടുത്ത് ചെന്നിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവിടെയായിട്ടൊരു ഫോൺ ഇരിപ്പുണ്ട്. അത് അയാൾ കാണുകയാണ്, അത് എടുക്കുന്നുണ്ട്. അത് എടുത്ത് നോക്കുമ്പോൾ അയാളുടെ ഭാര്യയുടെ ഫോണാണ്. അതിനകത്ത് ഒരുപാടധികം ചിത്രങ്ങളുണ്ട്. അതെല്ലാം അങ്ങേര് നോക്കുന്നുണ്ട്. അയാളുടെ ഭാര്യയും അതുപോലെ തന്നെ മോനുമായിട്ടുള്ള ചിത്രങ്ങളാണ്. അത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും അടുത്ത ഫോട്ടോകൾ അങ്ങേര് നോക്കുന്നത്. അപ്പൊ എന്താ, ഇയാള് ഭാര്യയുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന ഫോട്ടോ അതിലുണ്ട്. അതിനർത്ഥം ഇയാള് ഭാര്യനെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ടുണ്ടായിരുന്നു. ഇതേ നേരം തന്നെ പയ്യനാണെങ്കിൽ അമ്മയുടെ ഫോണിലോട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എത്ര വിളിച്ചിട്ടും അമ്മ ഫോൺ എടുക്കുന്നില്ല. അപ്പൊ നമ്മുടെ ജെനി എന്താ ചെയ്യുന്നത്, ആ പയ്യനെ കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്തുന്നുണ്ട്. വീണ്ടും അച്ഛനെ കാണിക്കുകയാണെങ്കിൽ അച്ഛൻ ആ ചിത്രങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും അച്ഛന്റെ കഴുത്തിൽ ആരോ കയറിട്ട് പിടിച്ചിട്ട് അച്ഛനെ മുറുക്കാനായിട്ട് തുടങ്ങുന്നത്. അത് മറ്റാരുമല്ല, ആ ഒരു വലിയ രൂപമാണ്. ആ വലിയ രൂപം അച്ഛനെ കൊല്ലാനായിട്ട് നോക്കുകയാണ്. അങ്ങനെ ആ രൂപം അച്ഛനെ വലിച്ച് അച്ഛന്റെ തല പൊഴുതെറിയാണ്. ഈ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് ജെനിയും അതുപോലെ തന്നെ പയ്യനും അവിടെ ഇരിപ്പുണ്ട്. അവരുടെ കയ്യിൽ ഒരു ഫോൺ ഇല്ലായിരുന്നോ, ആ ഫോൺ വഴി എങ്ങനെയൊക്കെ അവർക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അച്ഛൻ മരണപ്പെട്ട കാര്യം ഈ പയ്യന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പയ്യൻ അവിടെ ഇരുന്ന് കരയുന്ന നേരത്ത് ജെനിയാണ് ആ പയ്യനെ കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്തുന്നത്. ആരും ഇല്ലെങ്കിൽ ചേച്ചി കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇതേ നേരം തന്നെ മറ്റേ ആ വീട് കാണിക്കുവാണെങ്കിൽ അവിടെ ചൈനക്കാരൻ പയ്യനാണെങ്കിൽ ഒരു കന്നാസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിനകത്ത് പെട്രോളൊക്കെ നിറയ്ക്കാനായിട്ട് പറ്റും. ഇപ്പൊ അത് എടുത്തുകൊണ്ട് വന്ന് ഡ്രൈവറിനെ കാണിക്കുകയാണ്. ഡ്രൈവറും അവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് ഡ്രൈവറിനോട് പറയും, അവിടെ ഒരു വിൻമില്ലേ, ആ വിൻമില് കത്തിക്കുവാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റും. അവിടാണ് ആ സാത്താൻ ഉള്ളത്. സാത്താന്റെ കോട്ടയാണത്. ആ കോട്ട കത്തിയാൽ എന്തായാലും സാത്താൻ മരണപ്പെടും. അങ്ങനെയാണ് വിശ്വാസങ്ങളിലെല്ലാം പറയുന്നത്. അപ്പൊ നമുക്കത് കത്തിക്കാന്ന് പറഞ്ഞിട്ട് ആ കന്നാസ് എടുത്തുകൊണ്ട് വരുമ്പോൾ ഇയാൾക്ക് അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതായത് നമ്മുടെ ചൈനക്കാരൻ ആംഗ്യത്തിലാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ബസ്സിൽ നിന്ന് ഡീസൽ എടുത്തോണ്ട് വന്നിട്ട് അവിടെ ഒഴിച്ച് കത്തിക്കാന്ന്. പക്ഷെ ഇങ്ങേരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, അതായത് ഡ്രൈവർ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, അവിടുന്ന് ചെറിയൊരു കത്തി എടുത്തോണ്ട് വന്നിട്ട് ഈ ഒരു ചൈനക്കാരനെ കുത്തി കൊല്ലുകയാണ്. അതായത് ആ വിൻമില്ല് കത്തിക്കാതിരിക്കാനായിട്ടാണ് ഈ ഡ്രൈവർ അങ്ങനെ ചെയ്യുന്നത്. പെട്ടെന്നായിരിക്കും പുറത്തു നിന്ന് ശബ്ദം കേൾക്കുന്നത്. അതായത് ആ പയ്യനും അതുപോലെ തന്നെ ജെനി അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ ഡ്രൈവർ ആണെങ്കിൽ ചൈനക്കാരനെ കളഞ്ഞിട്ട് അവരുടെ അടുത്തോട്ട് ചെല്ലാം. ജെനിയും അതുപോലെ തന്നെ പയ്യനും ആദ്യം തന്നെ ഓടി വന്ന് ചോദിക്കുന്നത് ആ ചൈനക്കാരൻ എവിടെ പോയെന്നാണ്. കാരണം ആ ചൈനക്കാരൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളൂ, അവനാണ് വിവരം കൂടുതൽ. പക്ഷെ ഡ്രൈവർ പറയും അവൻ ഇവിടെ നിന്ന് ഓടിപ്പോയി, ഒന്നും പറയാതാണ് ഓടിപ്പോയത്. പക്ഷെ പോണേ മുമ്പ് എന്റെ എല്ലാ കന്നാസും പൈപ്പ് തന്നിട്ടുണ്ടായിരുന്നു എന്ന്. എന്നിട്ട് ആ പൈപ്പും കന്നാസും എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ജെന്നിക്കൊരു കാര്യം മനസ്സിലാവും, അതായത് ആ ചൈനക്കാരൻ ആ വിൻമിൽ കത്തിക്കാനായിരുന്നു പ്ലാൻ ഇട്ടിരുന്നതെന്ന്. അപ്പൊ അതുപോലെ തന്നെ ചെയ്യാന്ന് ജെന്നി പറയുന്നുണ്ട്. പിന്നീട് ജെന്നി ആണെങ്കിൽ ആ ഡ്രൈവറിനെയും അതുപോലെ തന്നെ പയ്യനെയും കൂടെ വിളിച്ചിട്ട് ബസ് മറിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ജെനി ഡ്രൈവറിനെയും പയ്യനെയും അവിടെ ഇരുത്തിയിട്ട് ആ ബസ്സിന്റെ അടുത്തോട്ട് ഓടി ചെല്ലുകയാണ്. ബസ്സിന്റെ മുകളിൽ കയറിയിട്ട് അതിന്റെ ടാങ്ക് തുറന്ന് പെട്രോൾ ഊറ്റിയെടുക്കുന്നുണ്ട്, അതായത് ഡീസൽ ഊറ്റിയെടുക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ ഡ്രൈവർ ആണെങ്കിൽ ആ പയ്യന്റെ അടുത്ത് ഇരുന്നിട്ട് അങ്ങനെ ചിരിക്കാനായിട്ട് തുടങ്ങും. പയ്യൻ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. ഇത്രയധികം സീരിയസ് ആയിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ എന്തിനാ ചിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ അയാളോട് കാര്യം ചോദിക്കും. പക്ഷെ അയാളൊന്നും കറക്റ്റായിട്ട് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ പയ്യൻ ആ ഡ്രൈവറിന് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട്. ഇങ്ങനെ എന്തൊക്കെ കള്ളത്തരം ഉണ്ടെന്ന് അവന് മനസ്സിലായി. ഇതിനുശേഷം പെട്രോളൊക്കെ എടുത്തിട്ട് ജെനി ആണെങ്കിൽ ഇവർ രണ്ടുപേരെയും വിളിച്ച് ആ വിൻമില്ലിന്റെ അടുത്ത് ചെല്ലും. അങ്ങനെ ആദ്യം തന്നെ നടന്നു പോകുന്നത് ഡ്രൈവറാണ്. ഇവരുടെ മുന്നേ നടന്നു പോകുന്നത്. ഇയാൾ നടന്നു പോകുമ്പോൾ മുന്നിലായിട്ട് അച്ഛന്റെ തല അവിടെ കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ജെനിയും അതുപോലെ തന്നെ പയ്യനും കാണാതിരിക്കാനായിട്ട് ആ തല നിസാരമായിട്ട് ചവിട്ടി ദൂരോട്ട് കളയാണ്. അതുകൊണ്ട് തന്നെ ജെനിയും ആ പയ്യനും അത് അറിയുന്നില്ല. ഇപ്പൊ ജെനി ആണെങ്കിൽ ആ പയ്യനോട് പുറത്ത് നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. ആരെങ്കിലും വരുവാണെങ്കിൽ അല്ലെങ്കിൽ ആ രൂപം വരുവാണെങ്കിൽ ഞങ്ങളോട് വന്ന് പറയണേന്ന് പറഞ്ഞിട്ട് ജെനി ആ പയ്യനെ പുറത്ത് നിർത്തിയിട്ട് ഡ്രൈവറിനെ വിളിച്ച് ആ ഡീസൽ എടുത്ത് അകത്തോട്ട് കയറിപ്പോവും. വിൻമില്ലിന്റെ അകത്തോട്ട് കയറിപ്പോവും. എന്നിട്ട് ജെനി ആണെങ്കിൽ അകത്ത് കയറി ആ ഡീസൽ എല്ലാ സ്ഥലത്തും ഒഴിക്കുന്നുണ്ട്. അപ്പൊ ഈ ഡ്രൈവറിന് എന്തൊക്കെയോ ഒരു പ്രശ്നം ഉള്ളതുപോലെ ജെനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ പേടിച്ചിട്ട് അങ്ങനെ ആയതാണെന്ന് വിചാരിച്ചിട്ട് ജെനി വീണ്ടും ഡീസൽ കോരി ഒഴിക്കുകയാണ്. ഇതേ നേരം തന്നെ ആ പയ്യനാണെങ്കിൽ പുറത്തങ്ങനെ നിൽപ്പുണ്ട്. പക്ഷെ അവന് നല്ല രീതിയിൽ ക്ഷീണമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ വന്നിരിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് മയങ്ങി പോകുന്നുണ്ട്. ഇപ്പൊ ജെനി നോക്കി നിൽക്കുമ്പോഴാവട്ടെ സൈഡിലായിട്ട് കുറെ അധികം ശരീരങ്ങൾ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയ ഡോറുണ്ട്. അതുപോലെ അതിനുള്ളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയോ ചുമന്ന വെട്ടങ്ങൾ കത്തുന്നുണ്ട്. എന്തോ അതിനകത്ത് തീ കത്തുന്നത് പോലെ. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ എന്താണെന്ന് അറിയാനായിട്ട് അവിടെ ചെറിയൊരു സ്റ്റെയർ ഉണ്ട്. അതുവഴി അവൾ മുകളിലോട്ട് കയറി ചെന്ന് അത് തുറന്നു നോക്കാണ്. പക്ഷെ വ്യക്തമായിട്ടൊന്നും കണ്ടില്ല. പെട്ടെന്നായിരിക്കും അവൾ ആരോ കാലിൽ പിടിച്ചു വലിക്കുന്നത്. അത് മറ്റാരുമല്ല, ആ വലിയ രൂപമാണ്. അവൾ തലയടിച്ച് താഴെ വന്ന് വീഴുന്നുണ്ട്. എന്നിട്ട് അവളെ പൊക്കിയെടുത്തോണ്ട് പോവാണ് ആ ഒരു വലിയ രൂപം. പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് ആ ഡ്രൈവർ അവിടെ നിൽപ്പുണ്ട്. ഡ്രൈവർ വിളിച്ച് പറയുന്നുണ്ട് അതെന്റെ മാസ്റ്റർ ആണ്, മാസ്റ്റർ പറയുന്നത് മാത്രം ഞാൻ കേൾക്കത്തുള്ളെന്ന്. ആ സാത്താന് ആൾക്കാരെ കൊല്ലാനായിട്ട് കൊണ്ടു കൊടുക്കുന്നത് മറ്റാരുമല്ല, ഈ ബസ് ഡ്രൈവർ തന്നെയാണ്. ഇപ്പൊ ആ രൂപമാണെങ്കിൽ ജെനീനെ പൊക്കിയെടുത്ത് പുറത്തു വരുന്നുണ്ട്. അവിടെ കൊണ്ടുവന്ന് എറിയാണ്. എന്നിട്ട് അയാളുടെ വലിയ കോടാലി എടുക്കുന്നുണ്ട് ജെനീനെ വെട്ടിക്കൊല്ലാനായിട്ട്. ഇതേ നേരം തന്നെ പയ്യൻ അവിടെ ഇരിപ്പുണ്ട്. പയ്യൻ ഈ കാര്യങ്ങൾ കാണുന്ന നേരത്തായിരിക്കും പയ്യനെ ഡ്രൈവർ വന്ന് പൊക്കി എടുത്തോണ്ട് പോകുന്നത്. എന്നിട്ട് അവനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇരുത്തുകയാണ്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? ഇങ്ങനെ കുറച്ച് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്ത് കുറ്റങ്ങൾ ചെയ്യാത്ത ആൾക്കാരെ ബലി കൊടുക്കണം. അങ്ങനെയുള്ള ആളാണ് നമ്മുടെ ഈ പയ്യനും അതുപോലെ തന്നെ ചൈനക്കാരനും. അതുകൊണ്ടാണ് ചൈനക്കാരനെയും ഈ പയ്യനെയും ബലി കൊടുക്കുന്നത്. ചൈനക്കാരനെ ആദ്യമേ കൊടുത്തു കഴിഞ്ഞു, ഇനി പയ്യനെ കൊടുക്കാനായിട്ട് പോവാണ്. അപ്പൊ ആയുധങ്ങളൊക്കെ
സാധനങ്ങളൊക്കെ ഈ ഡ്രൈവർ റെഡിയാക്കുന്ന നേരത്ത് ഈ പയ്യനാണെങ്കിൽ സൈഡിലായിട്ട് ലൈറ്റർ കാണുന്നുണ്ട്. നേരത്തെ നമ്മുടെ ജെനി കത്തിക്കാനായിട്ട് എടുത്തോണ്ട് വന്നപ്പോൾ അവൾ സ്റ്റെപ്പിൽ നിന്ന് തെന്നി താഴെ വീണില്ലേ, അപ്പൊ അവളുടെയും തെറിച്ചു പോയതാണ്. ആ ലൈറ്റർ അവ എടുത്തിട്ട് ഇയാളെ കത്തിച്ച് കാണിക്കുന്നുണ്ട്. എന്നിട്ട് താഴെ എടുത്തിടുകയാണ്. ആ വീട് നിന്ന് കത്താനായിട്ട് തുടങ്ങും. വീടല്ല, വിൻമില്ലാണ്. ഇപ്പൊ ജെനി ആണെങ്കിൽ പുറത്ത് ആ ഒരു വലിയ മനുഷ്യനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മനുഷ്യനല്ല, ഷെയ്ത്താനല്ല സാത്താനാണ്. അപ്പൊ അവിടെ നിന്ന് അവൾക്കൊരു ചെറിയ എല്ലും കഷ്ണം കിട്ടുന്നുണ്ട്. അതെടുത്തിട്ട് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ സാത്താന് പകരം അവളുടെ അച്ഛൻ അവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അച്ഛനെ കാണുമ്പോൾ അവൾക്ക് നല്ല ദേഷ്യമാവുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അങ്ങേരുടെ അടുത്ത് നിന്നിട്ട് അച്ഛനെ പല തവണയായിട്ടിട്ട് അടിക്കുകയാണ്. അടിച്ചടിച്ച് അങ്ങേരുടെ തല പൊട്ടിക്കുന്നുണ്ട്. എന്നാൽ ബോധം വന്ന് നോക്കുമ്പോൾ അവൾ താഴെയാണ് ഇട്ടിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അവളുടെ അച്ഛനൊന്നും ഇല്ല. എന്നാൽ പെട്ടെന്നായിരിക്കും അവളുടെ പിന്നിൽ ആ രൂപം വന്ന് അവളെ വെട്ടാനായിട്ട് നിൽക്കുന്നത്. അവൾ അവളുടെ മരണത്തിന് മുന്നിൽ കണ്ടു. എന്നാൽ ഈ വെട്ടാൻ വന്ന രൂപമാണെങ്കിൽ അവിടെ വെച്ച് തന്നെ കത്തി നശിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ആ വിൻമില്ല് കത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ കോട്ട നശിക്കുന്നതോടെ ഈ സാത്താനെ നശിച്ചു പോകും. അവിടെ വെച്ച് തന്നെ ഈ സാത്താൻ നശിച്ചു പോവാണ്. ആ സാത്താൻ നശിച്ചു പോയതും ജിന്നി അവിടെ നെണീറ്റിട്ട് നേരെ വിൻമില്ലിന്റെ അടുത്ത് ചെല്ലും. കാരണം ആ പയ്യൻ നിലവിളിക്കുന്ന ശബ്ദം അവൾക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൾ ആ വിൻമില്ലിന്റെ അകത്ത് കയറി നോക്കുമ്പോൾ ഡ്രൈവർ ആവട്ടെ അങ്ങേരുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞത് കൊണ്ട് തന്നെ ആ പയ്യനെ കഴുത്ത് ഞെരിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. ജിനി അവിടെ നിന്ന് ചെറിയൊരു കത്തി എടുക്കുന്നുണ്ട്. ആ കത്തി എടുത്ത് അങ്ങേരെ വിരട്ടും. പക്ഷെ ഇങ്ങേര് ജെനീനെ ഉപദ്രവിക്കാനായിട്ട് വരികയാണ് ആ പയ്യനെ വെറുതെ വിട്ടിട്ട്. പക്ഷെ ജെനി അവളുടെ കയ്യിലിരിക്കുന്ന കത്തി വെച്ച് ഇയാളുടെ കഴുത്തിൽ വരയുന്നുണ്ട്. ഒരുപാടധികം രക്തം പോവാണ്. അന്നേരം നമ്മുടെ ജെനി ആണെങ്കിൽ ആ പയ്യനെ വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. പക്ഷേ ഈ ഡ്രൈവർ ആണെങ്കിൽ അവിടെ നിന്ന് എന്തോ ഒരു പൊടി എടുക്കുന്നുണ്ട്. ആ പൊടി എന്താണെന്ന് മനസ്സിലായോ? അത് മനുഷ്യന്റെ എല്ല് പൊടിയാണ്. ആ പൊടി എടുത്ത് അങ്ങേരുടെ കഴുത്തിൽ അങ്ങേര് തേക്കുന്നുണ്ട്. ഇപ്പൊ ആ പയ്യനെ വിളിച്ച് ജെനി എത്രയും പെട്ടെന്ന് തന്നെ ആ വിൻമില്ലിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. കാരണം ആ വിൻമില്ല് നല്ല രീതിയിൽ കത്തുന്നുണ്ട്. അങ്ങനെ പുറത്ത് വന്നിട്ട് രണ്ടുപേരും കൂടെ രക്ഷപ്പെട്ട സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ഈ പയ്യൻ എന്തോ കണ്ട് പേടിക്കുന്നുണ്ട്. അതെന്താണെന്ന് ജെനി കൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ വലിയ സാത്താനാണെങ്കിൽ അവിടെ അങ്ങനെ നിപ്പുണ്ട്. അവന്റെ കയ്യിലാണെങ്കിൽ വലിയൊരു കൊളുത്തുണ്ട്. ആ കൊളുത്ത് ജെനിയുടെ നേരെ വലിച്ചെറിയാണ്. അത് വന്ന് ജെനിയുടെ തലയിൽ തുളച്ച് കയറുന്നുണ്ട്. എന്നിട്ട് ആ സാത്താൻ ജെനീനെ ചങ്ങലയ്ക്ക് വലിച്ചെടുത്ത് ആ വിൻമില്ലിന്റെ അകത്തോട്ട് കൊണ്ടുപോവാണ്. പാപം ചെയ്ത ആൾക്കാരെ എന്തായാലും വെറുതെ വിടാനായിട്ട് പറ്റത്തില്ല. അവർക്ക് രക്ഷപ്പെടാനായിട്ടും പറ്റത്തില്ല. വിധി മാറ്റാനായിട്ടും പറ്റത്തില്ല. അവരുടെ തലയിൽ എന്താണോ എഴുതിയത് അത് നടന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ ജെനീനെയും വലിച്ചെടുത്തോണ്ട് പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ട് പേടിച്ച് ആ പയ്യനാണെങ്കിൽ അവിടെ ഇരിപ്പുണ്ട്. അവന്റെ മുഖത്തെല്ലാം ഒരുപാടധികം രക്തം തെറിച്ചിട്ടുണ്ട്. ജെനീന്റെ തല പിളർന്ന് കയറിയ സമയത്ത് തെറിച്ച ചോരയാണ് അതെല്ലാം. ഇതിനുശേഷം പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. ആ പയ്യൻ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല. പിറ്റേ ദിവസം ആ ബസ് അതുവഴി പോകുന്നുണ്ട്. ആ ബസ്സിന് കുഴപ്പമൊന്നുമില്ല. ബസ്സിനുള്ളിൽ തന്നെ ഡ്രൈവറും ഉണ്ട്. അങ്ങേരുടെ കഴുത്തിനും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അങ്ങേര് നേരെ ചെല്ലുന്നത് സിറ്റിയിലാണ്. അവിടെ നിന്ന് വീണ്ടും കുറെ ആൾക്കാര് ബസ്സിൽ കയറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ആ വിൻമില്ല് കത്തി നശിച്ചതല്ലായിരുന്നോ? എന്നാൽ അതിനിപ്പോ കുഴപ്പമൊന്നുമില്ല. അത് വീണ്ടും അവിടെ നിന്ന് കറങ്ങുന്നുണ്ട്. ഇത് വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കും. ഒരുപാടധികം പാപികളായിട്ടുള്ള മനുഷ്യരെ ഈ ഡ്രൈവർ സിറ്റിയിൽ നിന്ന് ഈ കാട്ടിൽ എത്തിച്ചു കൊടുക്കും. അവിടെ വെച്ച് ഈ സാത്താൻ എല്ലാ മനുഷ്യരെയും കൊല്ലും. അവരുടെ ആത്മാവിനെ നരകത്തിലോട്ട് കൊണ്ടുപോകും. ഇതാണ് നടക്കുന്നത്. എന്തായാലും ഇതും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വരെ ഓക്കെ ബൈ.